ഇതിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ പേജ് 93-ലാണ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് 2 എന്ന് പറഞ്ഞുള്ളതാണ്. ഇതിൽ സെക്ഷൻ എ പ്രഥമോ ഭാഗ എന്ന് ഇതിൽ കാണുന്നിടത്ത് ഏകേന പദേന വാക്യേന വാ കേഷാഞ്ചിത് ദശപ്രശ്നാനാം ഉത്തരാണിരിക്കുക. ഏതെങ്കിലും 10 ചോദ്യങ്ങൾക്ക് ഒരു ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വാചകം കൊണ്ടോ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ്. ധർമ്മസാധനാനി കാനി ഭവന്തി. ധർമ്മസാധനങ്ങളായിട്ടുള്ളവ ഏതൊക്കെയാണ്? അത് നമ്മളെ പദ്യങ്ങൾ എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ആ പദ്യം പഠിച്ച പദ്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാവണം അത്. പിന്നെ വിതുരനീതി കസ്മാത് ഗ്രന്ഥാത് ഉദ്ധൃത എന്നുള്ള മഹാഭാരതാത്ന്ന് പറഞ്ഞാൽ മതി. വിതുരനീതി മഹാഭാരതാത് ഗ്രന്ഥാത് ഉദ്ധൃത ഭവതി എന്നാണ് ഉത്തരം. അഗ്നി ഭൂയ അഭിവർദ്ധതയ കഥ. അഗ്നി എപ്പോഴാണ് വീണ്ടും വർദ്ധിക്കുക എന്നൊരു ചോദ്യം. അപ്പൊ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ മറ്റെന്തോ ഒരു ശ്ലോകം അവിടെ എവിടെ പറഞ്ഞിട്ടുണ്ട്. അത് എവിടെയാ പറഞ്ഞത് എന്നുള്ളത് നോക്കണം. കഹ പരപ്രത്യയ നേയ ബുദ്ധി. കഹ പ്രത്യയനേയ ബുദ്ധി എന്ന് വേണം. പ്രത്യയ എന്ന് വേണം, നേയ ബുദ്ധി എന്ന് വേണം. അത് മൂഢ എന്നാണ് ഉത്തരം. മൂഢ പരപ്രത്യയ നേയ ബുദ്ധി. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ട്. ശത്രു ഭവതി. ആരാണ് ശത്രു? വിദ്യാഭ്യാസം എന്താന്ന് ശ്ലോകങ്ങൾ നോക്കിയാൽ മതി. മനുഷ്യാണാം ഉപയജ്ഞ ക. മനുഷ്യന്മാരുടെ ഉപയജ്ഞം എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് നോക്കിയാലേ പറയാനാവുള്ളൂ. അപ്പോൾ ആ പഠിച്ചുള്ള ശ്ലോകത്തിൽ നോക്കിയാൽ മതി. ബാലശബ്ദസ്യ പഞ്ചമ്യാം രൂപാണി കാനി. ബാലശബ്ദത്തിന്റെ പഞ്ചമി വിഭക്തിയിലെ രൂപങ്ങൾ ഏതൊക്കെയാണ്? അത് ബാലാത് ബാലാഭ്യാം ബാലേഭ്യ എന്നാണ് ഉത്തരം. പിന്നെ കുതഹ മനോനിയന്ത്രണ കാര്യം. എന്തിനാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നത്? അപ്പം ഈ മനോനിയന്ത്രണം ചെയ്യുന്നതിനെ പറ്റിയിട്ട് ധൃതരാഷ്ട്രനോട് ഇയാൾ പറയുന്നുണ്ട്. വിതുർ പറയുന്ന ആ ഭാഗത്താണ് വരിക. പിന്നെ 9 പിതൃശബ്ദസ്യ തൃതീയായാം രൂപാണി കാനി. പിതൃശബ്ദത്തിന്റെ തൃതീയ വിഭക്തിയിലുള്ള രൂപങ്ങൾ പിത്രാ പിതൃഭ്യാം പിതൃഭി എന്നാണ്. അത് ആ പിതൃശബ്ദം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. കഹ ആത്മാന മാന്യ ഇതി മന്യത. ആരാണ് തന്നെ മാന്യനായിട്ട് തന്നെ മാന്യനാണ് എന്ന് വിചാരിക്കുന്നത്? ആരാണ്? മൂർഖനോ ദുഷ്ടനോ ആയിരിക്കും. അതാന്ന് ശ്ലോകം നോക്കണം. മമ ഇതി ശബ്ദസ്യ അന്തലിംഗ വിഭക്തി വചനാനി കാനി. മമ എന്നുള്ള ശബ്ദത്തിന്റെ അന്തം എന്താണത്? അന്തം എന്ന് പറഞ്ഞാൽ അവസാനം. ലിംഗം എന്ന് പറഞ്ഞാൽ ഏത് ലിംഗമാണ്? വിഭക്തി വേണം, വചനം വേണം, ഇതൊക്കെ പറയണം. ഇതിന്റെ ഉത്തരം മകാരാന്തമാണ്. മമ എന്ന് പറഞ്ഞാൽ മാ എന്നുള്ളതിലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് മകാരാന്തം. പിന്നെ ലിംഗം എന്ന് പറഞ്ഞാൽ ത്രിഷു ലിംഗേഷു സമാനഹ എന്ന് എഴുതിയാൽ മതി. 3 ലിംഗത്തിലും ഒരേപോലെ വരുന്നതാണ് മമ എന്നുള്ളത്. സ്ത്രീലിംഗത്തിലും പുല്ലിംഗത്തിലും നപുംസകലിംഗത്തിലും മമ തന്നെയാണ് പറയുക. പിന്നെ വിഭക്തി ഷഷ്ടി, വചനം ഏകവചനം. അപ്പോ മകാരാന്ത ത്രിഷു ലിംഗേഷു സമാനഹ ഷഷ്ടി ഏകവചനം എന്നാണ് അതിന്റെ ഉത്തരം വരിക. കെ ആപസ്സു ന മുഖ്യന്തി. മുഖ്യന്തി എന്നല്ല, മുഹ്യന്തി എന്നിട്ടായിരിക്കും. മുഹ്യന്തി. ആപത്ത് വരുമ്പോൾ ആർക്കാണ് മോഹാലസ്യം ഉണ്ടാവുക? കെ ആപസ്സു ന മുഹ്യന്തി. ആരാണ് ആപത്തുകൾ വരുമ്പം മോഹാലസ്യപ്പെടാണ്ടിരിക്കുന്നത്? ശ്ലോകം നോക്കണം. കവിശബ്ദസ്യ ദ്വിതീയായാം രൂപാണി കാനി. കവി എന്നുള്ള ശബ്ദത്തിന്റെ ദ്വിതീയ വിഭക്തിയിലെ രൂപങ്ങൾ ഏതൊക്കെയാണ്? കവിം കവി കവീൻ എന്നാണ് ആൻസർ വരിക. കേഷാം ശ്രുതം പ്രജ്ഞാനുഗതാം ഭവതി. പ്രജ്ഞാനുഗതാം എന്ന് വേണ്ട, കേഷാം ശ്രുതം. ആരുടെയൊക്കെ പഠിപ്പാണ് പ്രജ്ഞയ്ക്ക് തുല്യമായിട്ട് പ്രജ്ഞാനുഗതം, പ്രജ്ഞയെ അനുഗമിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസം, അവരുടെ പഠിപ്പ്. ആ ശ്ലോകം ഉണ്ട്, വിതുരനീതിയിൽ വരുന്ന ശ്ലോകമാണ്. കേഷാം ആരുടെയൊക്കെയാണ് ശ്രുതം പഠിപ്പ് പ്രജ്ഞയെ, അവരുടെ ബുദ്ധിയെ അനുസരിച്ചു കൊണ്ടുവരുന്നത് എന്ന്. കവേഹെ 15-ാമത്തെ. കവേഹെ ഇത് രൂപം കസ്യാം വിഭക്തോ വർത്തതയെ. കവേഹെ എന്നുള്ള രൂപം ഏതൊക്കെ വിഭക്തിയിലാണ് വരുന്നത് ചോദിക്കുകയാണ്.
അത് ഏകവചനായിട്ട് പഞ്ചമി ഷഷ്ടി ഏകവചനയോഹോ, അല്ലെങ്കിൽ പഞ്ചമി ഏകവചനം ഷഷ്ടി ഏകവചനം എന്നായിട്ട് എഴുതിയാൽ മതി ഉത്തരം. പിന്നെ ദ്വിതീയോ ഭാഗ എന്ന് പറയുന്നു പരോപകാ 16-ാമത്തെ പരോപകാരണാം സ്വഭാവ കീദൃശ എന്നുള്ള ശ്ലോകം വായിച്ച് നോക്കിയാൽ മതി. കീദൃശം വിതുരം പ്രവേഷ്ടും ധൃതരാഷ്ട്ര ദ്വാരപാലകം ആദിശതി. എപ്രകാരമുള്ള വിതുരനെയാണ് അകത്തേക്ക് കടന്ന് വരാൻ വേണ്ടിയിട്ട് ഇയാൾ പറഞ്ഞിട്ടുള്ളത്, ദ്വാരപാലകനോട് പറഞ്ഞിട്ടുള്ളത്. പ്രാജ്ഞം നോറ്റാണ്. പ്രാജ്ഞനായുള്ള വിതുരന്റെ വിശേഷണം അവിടെ എഴുതിയാൽ മതി. പ്രാജ്ഞൻ അത് ആ ശ്ലോകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും എപ്രകാരമുള്ള വിതുരനെയാണ്. അതാ ആ വിതുരനീതി വരുന്നിടത്ത് അത് സ്റ്റാർട്ട് ചെയ്യുന്നിടത്താണ്. കേന നിദ്രാരഹിതാഹ ഭവന്തി. ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കേന നിദ്രാരഹിതാഹ ഭവന്തി, ഉറക്കം ഇല്ലാണ്ട് ആവുന്നത് ഏതുകൊണ്ടാണ്? അതും വിതുരന്റെ ഭാഗമാണ്. ഗുരു ഇത്യസ്യ കോർത്ഥഃ, അത് നമ്മൾ ആദ്യം തന്നെ പഠിച്ച സാധനമാണ്. വനശബ്ദ രാമശബ്ദേന സഹ കാസു കാസു വിഭക്തിഷു സമാനത അസ്തി. വനശബ്ദത്തിന് രാമശബ്ദം കൊണ്ട് എവിടെയാണ് ഏതൊക്കെ വിഭക്തികളിലാണ് സമാനത ഉള്ളത് എന്നർത്ഥം. ആ രണ്ടും കൂടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരേപോലെ തോന്നും. വനശബ്ദവും രാമശബ്ദവും അത് എവിടെയാണ് ഒരേപോലെ ഉള്ളത്, സമാനത വരുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് പറയേ വേണ്ടു. ആ രണ്ട് സാധനം കൂടെ എടുത്ത് വെച്ചിട്ട് നോക്കണം. 21-ാമത്തെ കിം ശബ്ദേ കുത്ര കസ്മാത് ഇത് രൂപം വർത്തതെ. കിം ശബ്ദത്തിൽ എവിടെയൊക്കെയാണ് കസ്മാത് എന്നുള്ള രൂപം വരുന്നത്? ഒരു സ്ഥലത്തേ വരുന്നുള്ളൂ. പഞ്ചമി ഏകവചനം എന്ന് എഴുതിയാൽ മതി. സ്വഭാവോക്തിം വിശദയത്. സ്വഭാവോക്തി എന്ന് പറഞ്ഞാൽ അലങ്കാരം വിശദമാക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ പറഞ്ഞു, അത് പുസ്തകം ഒന്ന് നോക്കേണ്ടി വരും. പിന്നെ കാവ്യലിംഗാലങ്കാരസ്യ ലക്ഷണം കിം. കാവ്യലിംഗത്തിന്റെ അലങ്കാരത്തിന്റെ ലക്ഷണം എന്താണ്? സമർത്ഥനീയസ്യ അർത്ഥസ്യ കാവ്യലിംഗം സമർത്ഥനം ജിതോസി മന്ദഃകന്ദർപ്പ എന്നതിലുണ്ട്. മച്ചിത്തേസ്തി ത്രിലോചന. കാവ്യലിംഗത്തിന്റെ അലങ്കാരത്തിന് പ്രധാനപ്പെട്ട ലക്ഷണം എഴുതിയാൽ മതി. ഉപമയുടെ അവയവങ്ങൾ 24-ാമത്തെ ഉപമായ അവയവാഹക്കെ ഉപമാനം ഉപമേയം ഉപമാവാചകം സാധാരണ ധർമ്മം. അപ്രകൃതശ്ലേഷ ലക്ഷണം ഉദാഹരണം ചലിക്കത. പ്രകൃതശ്ലേഷത്തിന്റെ അപ്രകൃതശ്ലേഷത്തിന്റെ ഉദാഹരണം. അപ്രകൃതശ്ലേഷം എന്ന് പറഞ്ഞാൽ അതല്ല പുസ്തകത്തിൽ ഉണ്ടാവും. അപ്രകൃതശ്ലേഷം നല്ലോണം ഓർമ്മല്ലേ. ആദ്യത്തെ സർവതോ മാധവ പായാപ്നാണ്. മറ്റേത് എനിക്ക് നല്ലോണമായിട്ട് ഓർമ്മല്ല, അത് നോക്കണം. ആ ശ്ലേഷം പറയുന്നിടത്ത് സാധനം ഉണ്ടാവും. പിന്നെ സെക്ഷൻ സി ആണ്. തൃതീയോ ഭാഗ പ്രജാപരിപാലനം രാജ്ഞാ ശ്രദ്ധയാ കാര്യ. ആൻസർ എനി 6 ക്വസ്റ്റ്യൻസ്. 6 എഴുതിയാൽ മതി. 6 എഴുതിയാൽ മതി. പ്രജാപാലനം രാജ്ഞാ ശ്രദ്ധയാ കാര്യാഹകെ. പ്രജകളെ പാലിക്കുന്നതിൽ രാജാവ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ശോചന്തി ജാമയോ എത്ര വിനശ്യത്യാശുതൽ കുലം. അത് വിതുരനീതിയിൽ വരുന്ന ഒരു ഭാഗമാണ്. അത് എടുത്തിട്ട് നോക്കിയാൽ മതി. അതും അതിനോട് ചേർന്നുകൂടല്ലോ. സന്തുഷ്ടോ ഭർത്ത ഭാര്യ തഥൈവച. അതും അത് അതിലുള്ളത് തന്നെയാണ്. പിന്നെ ഇതൊക്കെ സ്ത്രീകളെ ബാലാൻസ് സ്വാസിനീം വൃദ്ധാൻ ഗർഭിണ്യാതുരകന്യകാ സംഭോജ്യ ആതിഥ്യവൃത്യാംശ ഗൃഹസ്ഥാഹ ശിഷ്ടപുക്ക് ഭവേത്. അന്വയം വിലിഖ്യ വ്യാഖ്യാത. അന്വയം എഴുതിയിട്ട് വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ടാണ്. ബാലാൻ സ്വാസിനി എന്നുള്ളിടത്ത് അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ആ ശ്ലോകം അത് ശരിക്കും എടുത്തിട്ട് നോക്കണം. പിന്നെ രൂപകാലങ്കാര വിശദ. രൂപകാലങ്കാരം വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്
അതാ പിന്നെ 31 ധൃതരാഷ്ട്ര വിതുരം കിമർത്ഥം ആഹൂതവാനതി വിശദയത. ധൃതരാഷ്ട്ര വിതുരരെ എന്തിനു വേണ്ടിയാണ് വിളിച്ചു വരുത്തിയത് എന്ന് വിശദീകരിക്കണം. അകാരാന്ത സ്ത്രീലിംഗ ലതാശബ്ദസ്യ സർവാൻ രൂപാണി ലിഖത. ലതാശബ്ദം എന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആകാരാന്ത സ്ത്രീലിംഗ ലതാശബ്ദം, ലതാ ലതയ ലതാഹ എന്ന് വരുന്ന രൂപങ്ങൾ ഫുള്ള് എഴുതാൻ വേണ്ടി പറയാം. മതേന ഭാതിക്കളഭ പ്രതാപേന മഹീപതി അലങ്കാര വിശദത. ഇതെന്താണ് അലങ്കാരം എന്ന് വെച്ചാൽ ദീപകാലങ്കാരമാണ്. അതിന്റെ ദീപകാലങ്കാരത്തിന്റെ ലക്ഷണം പുസ്തകം നോക്കണം. വദന്തി വർണ്യാവർണ്യാനാം ധർമ്മൈക്യം ദീപകം ബുധാഹ മതേന ഭാതി കളഭ പ്രതാപേന മഹീപതി. പിന്നെ മൂഢലക്ഷണം വിതുരനീത്യനുസാരം ലിഖത. അതിൽ പറഞ്ഞിട്ടുണ്ട് മൂഢന്റെ ലക്ഷണം. ആ വിതുരനീതി ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ഇത് 35-ാമത്തെ നിജദോഷാവൃത മനസ്സാം എന്നാണ്. ആ നിജ എന്നുള്ളത് അവർക്ക് അക്ഷരം തെറ്റിപ്പോയിട്ട് ജ എന്നുള്ളതാണ് വേണ്ടത്. ച ഛ ജ മൂന്നാമത്തെയാണ്. നിജദോഷാവൃത മനസാമതി സുന്ദരമേവ ഭാതി വിപരീതം പശ്യതി പിത്തോപഹത ശശിശുഭ്രം ശംഖമഭിപീതം അസ്മിൻ ശ്ലോകേ കോലങ്കാര ഇതി വിശദയത. നിജദോഷാവൃത മനസാമതി സുന്ദരമേവ ഭാതി വിപരീതം. അതൊരു മറ്റൊരു അതിൻ്റെ ആദ്യമായിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ടതല്ല. എന്തോ ഒരു അലങ്കാരം പറയുമ്പോൾ അതിൻ്റെ അടിയിൽ പറയുന്ന ഒരു മറ്റേ അലങ്കാരത്തിന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് വേറൊരു അലങ്കാരം കൂടെ, വേറൊരു ശ്ലോകം കൂടെ പഠിച്ചോളാൻ പറയുള്ളൂ. അതുള്ളതാണ്. അത് പുസ്തകം നോക്കിയാൽ മതി. പിന്നെ വിതുരനീതിയും അധികൃത്യ സ്വാശയാൻ ലിഖിത. വിതുരനീതിയെ അധികരിച്ചിട്ട് തൻ്റെ ആശയങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പറയുന്നത് പ്രതിവസ്തൂപമാലങ്കാരം ഉദാഹരണ സഹിതം പ്രതിപാദയത. പ്രതിവസ്തൂപമ വാക്യോർ ഏകസാമാന്യെ പ്രതിവസ്തൂപമാ മതാ താപേന ഭ്രാജതയ ശൂരശ്ചാപേന രാജത എന്നാണ് ലക്ഷണവും ഉദാഹരണം. ഒന്ന് പുസ്തകം നോക്കിക്കോളൂ. പിന്നെന്താണ് 4-ാമത്തെ ദ്വയോഹ പ്രശ്നയോഹോ കേഷാഞ്ചിത് നിബന്ധാത്മകം ഉത്തരം ലിഖത. ഒരു എസ് എഴുതാൻ വേണ്ടിയിട്ടാണ്. 10 മാർക്ക് അതിനുണ്ട്. അനന്വയ വ്യതിരേകാലങ്കാരയോഹോ സോദാഹരണം വിശദയത. അനന്വയം വ്യതിരേകം എന്നുള്ള 2 അലങ്കാരങ്ങൾ ഉദാഹരണ സഹിതം എഴുതാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ വിതുരനീത്യാനുസാരം പണ്ഡിത ലക്ഷണം ഉപന്യസ്യത. ഏതാ നമുക്ക് എഴുതാൻ കഴിയുന്ന വെച്ചാൽ അത് നോക്കിയിട്ട് എഴുതിയാൽ മതി. പിന്നെ ഉണ്ടല്ലോ 40 അസ്മത് ശബ്ദസ്യ യുഷ്മത് ശബ്ദസ്യ ച സർവാണ് രൂപാണ് ലിഖിത. അസ്മത് ശബ്ദവും യുഷ്മത് ശബ്ദവും എഴുതാൻ വേണ്ടിയിട്ടാണ് എല്ലാ രൂപങ്ങളും. പിന്നെ ഉപമാ ഉപമ എന്നുള്ള അലങ്കാരം വിശദീകരിച്ചിട്ട് ആ ഉപമയുടെ ഭേദാഹ സോദാഹരണാൻ സ്പഷ്ടയത. ഉപമാഭേദങ്ങൾ ഉദാഹരണത്തോടുകൂടി ഉപമയെ വിശദീകരിച്ചിട്ട് അതിൻ്റെ ഭേദങ്ങൾ ഉപമാഭേദങ്ങളെ സോദാഹരണമായിട്ട് സ്പഷ്ടീകരിക്കാൻ വേണ്ടിയാണ്. ഉപമാഭേദങ്ങൾ എന്ന് പറഞ്ഞാൽ ലുപ്തോപമ ഉണ്ടല്ലോ, ആ 8 ലുപ്തോപമ. അല്ലാണ്ട് പിന്നെ ഉപമേന്റെ ലക്ഷണം പൂർണ്ണ ലക്ഷണം കഴിഞ്ഞാൽ പിന്നെ ഭേദങ്ങൾ എന്ന് പറയുമ്പം മറ്റേ ലുപ്തോപമയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം അത് പറയാ വേണ്ടത്. 8 തരത്തിൽ ഉപമ ഭിന്നങ്ങളാവുന്നു എന്ന് പറഞ്ഞില്ലേ, അത് സൂചിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി ഞാൻ വേറെന്തെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഏത് ഭാഗമാണ് പറയേണ്ടതെന്ന് പറഞ്ഞോളൂ. ഓക്കെ എന്നാൽ ഒന്ന് പുസ്തകം എടുത്ത് നോക്കിയാൽ അല്ലാതെ മനസ്സിലാവില്ല. ഓക്കെ എന്നാലേ.